ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രമ്യ വന്നിട്ട് പറയുക, മുണ്ടക്കലമ്മയ്ക്ക് എന്തുവാ വേണ്ടത്? ഐഫോണല്ലേ, അത് നാളെ ഞാൻ മേടിച്ചു തരുമല്ലോ. നേരാണോ എൻ്റെ പൊന്നുമോളി പറയുന്നത്? ദൈവമേ, എനിക്ക് പിറക്കാതെ പോയ പൊന്നുമോളാണല്ലോ ഈ സൗമ്യമോള്. അയ്യോ, സൗമ്യമോളല്ല, രമ്യ. രാജുവിനും വേണുവേട്ടനും എല്ലാം അങ്ങ് ദേഷ്യം വരുവാണ് ഇതൊക്കെ കണ്ടിട്ട്. വേണുവേട്ടൻ പറയാ, ഇതൊക്കെ എന്തിനു വേണ്ടിയാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ രമ്യയെ, ആ പരിപ്പിനി ഇവിടെ വേവത്തില്ല കേട്ടോ. എങ്ങനെയും മുണ്ടക്കലമ്മേ കയ്യിലെടുത്തിട്ട് വേണം രാജുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ രമ്യ. അതിനുള്ള ഒരുക്കങ്ങളാണ് രമ്യ നടത്തുന്നതൊക്കെ. ആരുടെയൊക്കെ കാല് പിടിക്കാവോ, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാവോ അതെല്ലാം ഇങ്ങനെ കൊടുത്ത് നാണം കെട്ടിങ്ങനെ ജീവിക്കുവാണ് രമ്യ. രാജുവിനാണെ കണ്ണെടുത്ത കണ്ടുകൂടാതാണ്. പക്ഷേ എത്ര പറഞ്ഞാലും എത്ര അവഗണിച്ചാലും രമ്യ അവൻ്റെ പുറകേന്ന് പോവില്ല. രാജു ദേഷ്യത്തോടെ പറയുന്നത്, ഇവിടെ ഇങ്ങനെയുള്ള ഫോണൊന്നും വേണ്ട. രമ്യ ഉണ്ടല്ലോ, രമ്യയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ മോളെ എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ ഐസ് ഫോണ്, നിങ്ങൾ എന്തിനാ അത് മുടക്കുന്നത് എൻ്റെ അച്ഛ? അച്ഛനോ? വേണുവട്ടം പറയോ, ഞാനിനി ചുരുങ്ങി അട്ടയെപ്പോലെ ആകാൻ വയ്യ. ദയവ് ചെയ്ത് എന്നെ നിങ്ങൾ അച്ഛാന്ന് വിളിക്കാതെ. രമ്യ ഇവിടെയൊക്കെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോകാൻ നോക്ക് രമ്യ എന്നിങ്ങനെ രാജു പറയുമ്പോൾ അവൾ പറയുവാണ്, അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ പോകാൻ പേടിയോ രാജു, രാത്രിയായില്ലോ. ഈ രാത്രിയിൽ തന്നെയല്ലേ രമ്യ ഇങ്ങോട്ട് വന്ന്, പിന്നെ തിരിച്ചു പോകാൻ ഇത്ര പേടിയെന്താ? എനിക്ക് പറ്റില്ല, രാജു കൂടെ പറഞ്ഞു എന്നെ കൊണ്ടുവിടാൻ. കൊച്ചമ്മണിയും ജയനും പറയുന്നു, അയ്യോ ഗുണ്ടാ നേതാവും. കൊച്ചമ്മണി പറയുന്നു, എന്താണ്ട് അമാവാസിയാണ്, പാവം പെങ്കൊച്ചിനെ ഒറ്റയ്ക്ക് വിടല്ലേ രാജു, കൂടെ പോയി വിട്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധം സഹിക്കാൻ വയ്യാതെ രാജു അവളെയും കൊണ്ട് പോവുകയാണ്. പോകുന്ന കൂട്ടത്തിൽ കുറച്ച് ജാടയൊക്കെ അവൾ കാണിക്കുന്നുണ്ട്. അയ്യോ പാമ്പ് എന്നും പറഞ്ഞ് പേടിച്ച് രാജുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുക. രാജു എവിടാ പാമ്പ് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഏതോ കടിച്ച് ഉറുമ്പാണെന്ന് തോന്നുന്നു. അവന് മനസ്സിലായി ഇവിടെ കള്ളത്തരമാണെന്ന്. ഈ കെട്ടിപ്പിടുത്തമൊക്കെ കൊച്ചമ്മണി അവിടെ നിന്ന് കാണുന്നുണ്ട്. കൊച്ചമ്മണിക്ക് ഭയങ്കര സന്തോഷമായി. എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കാമെങ്കിൽ കുറച്ച് പൈസ ഇവിടെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കുക എന്നൊക്കെ കൊച്ചമ്മണി അവിടെ നിന്നുണ്ട് ആലോചിക്കുക. രമ്യ, നടക്കുന്നുണ്ട് എളുപ്പം, എനിക്ക് പോകണം എന്നും പറഞ്ഞ് രാജു സ്പീഡ് നടക്കുമ്പോൾ രമ്യ, അയ്യോ എൻ്റെ കൂടെ നടക്കൂ രാജു, എനിക്ക് പേടിയാ എന്നൊക്കെ കുറേ കള്ളത്തരങ്ങളൊക്കെ അവൾ കാണിക്കുന്നുണ്ട്. രാജു പറയുക, ദൈവമേ, അളിയൻ്റെ അമ്മ കണ്ടു, നീ എന്തൊക്കെയാണോ അടക്ക നടച്ചെന്ന് പറയാൻ പോകുന്നു. അതിനെന്താ രാജു, പറയട്ടെ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. കല്യാണോ? നിന്നെയോ? പിന്നല്ലേ, നമുക്ക് നളനും ദമയന്തിയും പോലെ അങ്ങോട്ട് നടക്കാം. നളനും ദമയന്തി മിണ്ടാതെ വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രാജു അവളെയും കൊണ്ട് നടന്നു പോവുകയാണ്. സരസ്വതി തമ്പുരാട്ടി കട്ടിൽ നിന്നുകൊണ്ട് ഹൃതിയെ ഇങ്ങനെ മടിയിൽ കിടത്തി തലയിലിങ്ങനെ തലോടുവാണ്. ഭയങ്കര സന്തോഷമാണ് സരസ്വതി തമ്പുരാട്ടിയുടെ മുഖത്ത്. ഹൃതികയും അമ്മാമ്മയുടെ തലോടലിൻ്റെ സുഖത്തിൽ ഇങ്ങനെ കിടക്കുവാണ്. തമ്പുരാട്ടി പറയുന്നുണ്ട്, കുഞ്ഞിനാളിലെ മോളെ എൻ്റെ കയ്യിൽ കിട്ടേണ്ടതായിരുന്നു. ദൈവം എന്ത് ചെയ്യാനാ, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ഈ പൊന്നുമോളിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വന്നു. ഭദ്ര പറയുക, അതൊക്കെ ആലോചിച്ചിട്ട് ഇനി വിഷമിക്കാത്ത തമ്പുരാട്ടി. എന്തായാലും തമ്പുരാട്ടിയുടെ കുഞ്ഞുമോളെ കൈ കിട്ടിയില്ലയോ? അതേ ഭദ്രേ എന്നും പറഞ്ഞ് വീണ്ടും ഇങ്ങനെ സന്തോഷത്തിൽ ഹൃദയയുടെ മുഖത്തും തലയിലും ഒക്കെ ഇങ്ങനെ തലോടുവാണ് അവളുടെ അമ്മാമ്മ. ഈ സമയത്ത് അംബികയും മോനും കൂടെ ആ കതകിൻ്റെ പിന്നിൽ വന്നൊന്ന് മറിഞ്ഞു നിൽക്കുക, അവരെന്തുവാ പറയുന്നതെന്നൊക്കെ കേൾക്കാനായിട്ട്. മോടെ അമ്മയുടെ അത്രയും തന്നെ മുടി ഇവൾക്കും ഉണ്ട്. ഈ പ്രായത്തിൽ പത്മയും ഇതുപോലെ തന്നെ ഇരുന്നത്. ഹൃതിക ചോദിക്കുന്നു, അമ്മമ്മേ, ഞാനും അമ്മയും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അമ്മയുടെ ഒത്തിരി സാമ്യതകൾ ഉണ്ട് മോക്ക്. ഭദ്ര പറയുക, എനിക്ക് തോന്നുന്ന വർമ്മസാറിൻ്റെ മുഖച്ഛായയാണ് കൂടുതലെന്നാ. സരസ്വതി അമ്മയും പറയുന്നുണ്ട്, പ്രതാപൻ്റെ രൂപസാദൃശ്യമാണ് കൂടുതലും. എന്നാലും നടപ്പും ചില പെരുമാറ്റങ്ങളൊക്കെ പത്മയെ പോലെ തന്നെയാണ്. പിന്നെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഭദ്രേ, ഋതുമോള് കുറച്ചുകൂടെ തൻ്റെടിയാണ്. പക്ഷേ എൻ്റെ പത്മമോക്കാണ് ആ തൻ്റെ ഇടവില്ലാതെ പോയത്. അവളൊരു പാവമാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ അവൾ തോറ്റുപോയത്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതം ഒരു മത്സരക്കളം തന്നെയാണ്. ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കെൽപ്പില്ലെങ്കിലേ തോറ്റുപോകും. അതിന് യാതൊരു സംശയം വേണ്ട. തമ്പുരാട്ടി ആ പറഞ്ഞത് 100% ശരിയാണ്. ഞാനും ഫൈറ്റ് ചെയ്താണല്ലോ ഇവിടം വരെ എത്തിയത്. എന്തിനാ അമ്മാമ്മേ എന്നെ അമ്മ ഉപേക്ഷിച്ച് പോയത്? അതൊക്കെ ഒരു വലിയ ചരിത്രമാണ് മോളെ. അതിൻ്റെയൊക്കെ പിന്നിലേ ചില ശക്തികളുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ പുറത്തുനിന്ന് അമ്പിയെ മോന് നോക്കുന്നുണ്ട്. എടാ, നമ്മളെയാ പറയുന്നത്. അവരെയൊക്കെ മോടെ ഈ അമ്മാമ്മ പിടികൂടും. പകരം വീട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോകൂ. വളരെ ദൃഢതയോടുകൂടിയാണ് തമ്പുരാട്ടി അങ്ങനെ പറയുന്നത്. തമ്പുരാട്ടി അത് പറഞ്ഞാൽ സാധിച്ചിരിക്കും. അതാണ് അംബികയുടെ പേടിയും. അംബികയുടെ മുഖത്ത് ഇപ്പോഴേ പേടി തുടങ്ങിക്കഴിഞ്ഞു. ഹൃതിക കൊഞ്ചലോട് അമ്മാമ്മയോട് പറയുന്നു, അമ്മാമ്മ ഇനി എന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല. ഇല്ല മോളെ, അമ്മാമ്മ പോകുന്നില്ല. എൻ്റെ മോളിന് സമാധാനത്തോടെ ഉറങ്ങിക്കോ. കതകിന് വെളിയിൽ നിൽക്കുന്ന അംബികയ്ക്കും മോനും ദേഷ്യം സഹിക്കാൻ വയ്യ. ദീപക്കനാണെ കതവ് തല്ലിപ്പൊളിച്ചകത്തോട്ട് കയറണമെന്നൊക്കെ ഉണ്ട്.
ഭദ്ര പറയുന്നു അമ്മാമ്മയും കൊച്ചുമോളോട് അങ്ങോട്ട് ജോയിൻ്റ് ആയ സ്ഥിതിക്ക് ഇനി ഭദ്ര എന്ന കമാൻഡറിൻ്റെ ആവശ്യം ഇനി ഇവിടെ ഉണ്ടോ? എസ്കോർട്ട് അവസാനിപ്പിച്ച് നാളെ ഞാൻ മടങ്ങുവാണ്. ശരി ഭദ്രേ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നീ ഇനി കൊട്ടാരത്തിലോട്ട് പൊയ്ക്കോ. ആവശ്യം വന്നാൽ ഞാൻ നിന്നെ വിളിച്ചോളാം. ശരി തമ്പുരാട്ടി. പിന്നെ തമ്പുരാട്ടി, ഈ വീടിനകത്ത് ദൈവങ്ങളുള്ളതുപോലെ 1-2 ചെകുത്താങ്ങളും ഉണ്ട്. വെള്ളപ്പാറ്റയെ പോലെ പാറി നടക്കുന്ന ആ സ്ത്രീയും ഒരു തൊഴിലും ചെയ്യാതെ അവരുടെ കൂടെ വേതാളത്തെ പോലെ നടക്കുന്ന ആ വെടല ചെറുക്കനും. അമ്മയ്ക്കും മോനും ഏറ്റ പേരുകളാണ് ഭദ്ര കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുക. ആഹാ, ഇവൾ ഇത്തരക്കാരിയാണ്, വാടി നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊരു നോട്ടത്തിലാണ് അംബിക ഇങ്ങനെ നിൽക്കുന്നത് അവിടെ. തമ്പുരാട്ടി അവരെ സൂക്ഷിക്കണം. തമ്പുരാട്ടിക്ക് പ്രൊട്ടക്ഷന് വേണ്ട സകല സാമഗ്രികളും ഞാൻ ആ ബാഗിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ എടുത്ത് താങ്ങിക്കോണം. അത് കേട്ടപ്പോൾ അംബികയും മോനും ഒന്ന് ഞെട്ടിപ്പോയി. ഈശ്വര, വല്ല ബോംബ് വല്ലോ ആണോ എന്തോന്നറിയാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. വാടാ മോനെ, ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് അംബിക ദീപക്കിനെ വിളിച്ച് മുറിയിലോട്ട് വന്നിരിക്കുവാണ്. അംബിക ദീപക്കിനോട് പറയുക, എടാ മോനെ, ആ സ്ത്രീയെ രണ്ടും കൽപ്പിച്ചാണല്ലോടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പകരം വീട്ടുമെന്നൊക്കെ അവർ പറയുന്നത്. ഇനി കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവുമല്ലോടാ മോനെ. അമ്മ ഇനി പത്മാവതി അമ്മയുടെ അറിവോടുകൂടിയാണോ ഇവർ വന്നിരിക്കുന്നത്? അങ്ങനെ ആകാൻ ഒരു സാധ്യതയില്ലടാ. കാരണം എന്താന്ന് വെച്ചാൽ ഈ അമ്മയും മകളും തമ്മിൽ മുടിഞ്ഞ ശത്രുതയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമായടാ മോനെ, അവരുടെ ശത്രുവേ അവരുടെ നോട്ടം നമ്മളെ രണ്ടുപേരും മാത്രമാണ്. എല്ലാ ഹിസ്റ്ററി അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം. അവർ പറഞ്ഞത് കേട്ടോ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് കണക്ക് തീർക്കുമെന്ന്. സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടപ്പിലാക്കിയിട്ടേ അവർ പോകൂ. പ്രതാപൻ്റെയും പത്മാവതിയുടെയും ദാമ്പത്യ ജീവിതം തകർത്തത് ഞാനായിരിക്കുമെന്ന് ഒരു പക്ഷേ അവർക്ക് സംശയം ഉണ്ടായി കാണും. അങ്ങനെ ഒരു ഡൗട്ട് എനിക്കും തോന്നുന്നുണ്ടമ്മേ. ഇതെല്ലാം അവർ പ്രതാപനോട് പറയുമോന്നാ എൻ്റെ പേടി. അങ്ങനെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അമ്മാവനത് വിശ്വസിക്കുമോ? എടാ, ഞാനെന്ന് വെച്ചാൽ അവന് ദൈവമാ. ആ വിശ്വാസം ഒരിക്കലും അവനിൽ നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ അഥവാ നഷ്ടപ്പെട്ട പിന്നെ നീയുമില്ല ഞാനുമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും അവർ വിളിച്ചു പറയാതിരുന്നാൽ മതിയായിരുന്നു. അതിന് നമുക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ മോനെ. അമ്മേ, അവരെന്തോ പ്രൊട്ടക്ഷനുള്ള സാധനം എന്തൊക്കെ കൊണ്ടുവച്ചേക്കുന്നത് പറഞ്ഞല്ലോ. അത് വല്ല ബോംബോ തോക്കോ വല്ലോ ആയിരിക്കും. അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ അമ്മേ. അത് കണ്ടുപിടിക്കണം മോനെ. പക്ഷേ അതിനെന്താ ഒരു വഴി? അമ്മേ, ഞാൻ ആലോചിച്ചിട്ടേ അവരുറങ്ങുന്ന സമയത്ത് ഞാൻ ആ മുറി ഒന്ന് പരിശോധിച്ചാലോ? എടാ മോനെ, ആരെങ്കിലും കണ്ടാലോ? അറിഞ്ഞാൽ ആപത്താ. എൻ്റെ അമ്മ, ഇതിനകത്തൊക്കെ ഞാൻ വലിയ എക്സ്പെർട്ടാ അമ്മേ. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി വെച്ച് താമസിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ന് രാത്രി തന്നെ ഞാൻ ആ മുറിയിൽ കയറി അതെന്താണെന്ന് നോക്കിയിരിക്കും. അമ്മ നോക്കിക്കും. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരം നോക്കി ദീപക്ക് ഭദ്രയും തമ്പുരാട്ടിയും ഹൃദയം കിടന്നുറങ്ങുന്ന ആ മുറിയുടെ വാതിൽ പതുക്കെ തുറന്ന് അകത്തോട്ട് കയറുവാണ്. ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ ഭദ്രയ്ക്ക് മനസ്സിലായി. ഭദ്ര നോക്കുമ്പോൾ ദീപക്കാണ്. പെട്ടെന്ന് ഭദ്ര കണ്ണടച്ചങ്ങ് കിടക്കുവാണ്. ഇവനെന്താ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട്. ദീപക്കാണെ പട്ടിയെപ്പോലെ 4 കാലിൽ എഴഞ്ഞിങ്ങനെ വന്നിട്ട് എല്ലാവരും നോക്കി ഉറങ്ങുവാണെന്ന് മനസ്സിലായിക്കൊണ്ട് പെട്ടെന്ന് അലമാരി ഇങ്ങനെ തുറക്കാനായിട്ട് നോക്കുകയും ഭദ്ര പുറകെ കൂടെ ചെന്നൊരു ഷോളിട്ട് അവൻ്റെ കഴുത്തിനങ്ങ് ചുറ്റിപ്പിടിച്ചു. ദീപക്ക് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭദ്ര അങ്ങനെ ചെയ്യുമെന്ന്. തമ്പുരാട്ടിയുടെ ഉറക്കത്തിന് ഭംഗം വരുത്തരുതെന്ന് കരുതി അല്പം അങ്ങോട്ട് മാറ്റി പിടിച്ച് വലിച്ച് ഭദ്ര ശരിക്കിട്ട് ഇടിയും കുത്തും ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. ആ സമയത്ത് ബഹളം കേട്ടോണ്ട് നമ്മുടെ ശേഖരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശേഖരനും കൊടുത്ത ഒറ്റടി ചെവിക്കുറ്റിക്ക് അവൻ്റെ. ദീപക്ക് അടി കൊണ്ടുകൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾക്കാർക്ക് ഉറക്കമില്ലേ? മോനിപ്പോൾ തമ്പുരാട്ടിയുടെ മുറിക്കകത്ത് പോയി ബാഗ് തുറന്ന് എന്തൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന് നോക്കി വല്ലതും അടിച്ചു മാറ്റാനുള്ളതാണെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് വരുമല്ലോ എന്നോർത്ത് അംബിക ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. ചേടാ, ഇവനെ കാണുന്നില്ലല്ലോ, കുറേ നേരം ആയല്ലോ പോയിട്ട്. ഇപ്പം മിടുക്കന എൻ്റെ മോൻ, ഇതിനൊക്കെ സമർത്ഥന എന്ന് വലിയ അഭിമാനത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദാ കതക് തുറന്ന് വരുന്നു നമ്മുടെ ദീപക്ക്. കിട്ടിയോ മോനെ? എന്തുവാ കിട്ടിയത്? കിട്ടിയമ്മേ, ശരിക്ക് കിട്ടി. നെഞ്ചത്തും വയറ്റത്തും തലയ്ക്കുമൊക്കെ ഇഷ്ടത്തിന് കിട്ടി. എന്താടാ നീ പറയുന്നത്? അമ്മേ, ആ ഭദ്ര നമ്മൾ ഉദ്ദേശിച്ച പോലല്ല. അവൾ കരാട്ടക്കാരിയാ. അവൾ എന്നെ എടുത്തിട്ട് ചാമ്പിയമ്മേ. അത് കഴിഞ്ഞിട്ട് ശേഖരനമ്മാവനും വന്ന് അമ്മാവൻ്റെ കണക്കും കിട്ടി എനിക്ക് അടി. നീ എന്തിനാടാ അങ്ങനെ നിന്ന് കൊടുത്തത്? നീ എൻ്റെ കൈ എന്താടാ പുളി പറിക്കാൻ പോയോ? കണ്ടവർക്കൊക്കെ എടുത്തിട്ട് കൊട്ടാൻ എൻ്റെ മോനെന്താ ചെണ്ടയായിരുന്നു? അമ്മ നോക്കിക്കോ, ആ സരസ്വതി അമ്മയുടെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. എൻ്റെ ദീപക്കെ, നീ ഒന്നടങ്ങ്. അമ്മ അതിന് വേറെ വഴി കണ്ടിട്ടുണ്ട്. അറ്റകൈ പ്രയോഗം അത് ഈ അംബിക ചെയ്തിരിക്കും. രാവിലെ യാമിനിയും ശേഖറും ഹൃതികയും ഇങ്ങനെ റെഡിയായി നിൽക്കുവാണ്. ഭദ്ര തിരിച്ച് കൊട്ടാരത്തിലോട്ട് പോവുകയാണല്ലോ. അതുകൊണ്ട് അമ്മ തമ്പുരാട്ടിയും ഭദ്രയും ഇറങ്ങി വരുന്നത് നോക്കി അവരങ്ങനെ നിൽക്കുവാണ്.
അങ്ങനെ തമ്പുരാട്ടിയും ഭദ്രയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഭദ്ര അവരോട് യാത്ര ചോദിക്കുവാണ്. തമ്പുരാട്ടിയെ ഞാനിവിടെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുക. തമ്പുരാട്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ലതുപോലെ നോക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. യാമിനി പറയുന്ന ഭദ്രയെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇത് ഞങ്ങളുടെ കൂടെ അമ്മയല്ലയോ, ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പം പിന്നെ കൊച്ചുമോളും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഒട്ടും പേടിയില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഭക്ഷണകാര്യത്തിലൊരു ശ്രദ്ധ വേണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ഇനി താമസിക്കേണ്ട, ഭദ്രയെ നീ പൊയ്ക്കോ എന്നിങ്ങനെ തമ്പുരാട്ടി പറയുമ്പോൾ അംബികയെ മോനോട് അങ്ങോട്ട് വരുന്നുണ്ട്. അംബികയുടെയും മോൻ്റെ മുഖത്തൊരു ചമ്മലും വളർച്ചയൊക്കെ ഉണ്ട്. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭദ്ര പറയുന്നത്, അയ്യോ അംബിക മേഡം എന്നിങ്ങനെ വിളിക്കുമ്പോൾ ദീപക്ക് പുറമോട്ട് വലിയുന്നു. ദീപക്കെ ഇനി പോരെ. രണ്ടുപേരും അങ്ങനെ ഭദ്രയുടെ അടുത്തോട്ട് വരുമ്പോൾ ഭദ്ര ചോദിക്കുന്നു, അല്ലയോ ദീപക്കിൻ്റെ മുഖത്തെന്താ ഒരു വളർച്ച, ഇന്നലെ ഉറങ്ങിയില്ലേ, നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് ചോദിച്ചിങ്ങനെ കളിയാക്കുന്നുണ്ട്. ഒന്നും മിണ്ടാനാകാതെ അംബികയും മോനും അങ്ങനെ വിളറി നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയാണ് അംബികയുടെയും മോൻ്റെയും കഷ്ടകാലം തുടങ്ങാൻ പോകുന്നത്. സരസ്വതി തമ്പുരാട്ടി അവരുടെ മകൾ പത്മാവതിയോട് അംബികയും മകനും കാണിച്ച ഓരോ ക്രൂരതകളും എണ്ണി ചോദിച്ചതിന് കണക്ക് പറയിപ്പിക്കുക എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.